ആൻഡ് ക്ലവർ ഹാസ് എ ക്ലിയർ വിഷൻ. നമുക്ക് വളരെ പ്രോപ്പറായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതും ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ എവിടെ എത്തണം എന്നുള്ളതിൽ നമുക്ക് ഭയങ്കര ക്ലാരിറ്റി ഉള്ള റൂട്ട് മാപ്പ് ഉണ്ട്. നമ്മുടെ അടുത്തേക്ക് വരുന്ന ഓരോ കുട്ടികൾക്കും അവൻ്റെ ഒരു പെർട്ടിക്കുലർ റിക്വയർമെൻ്റ് ഉണ്ട്, ഡ്രീം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിയിൽ അസിസ്റ്റ് ചെയ്യുക. അപ്പോൾ അതെൻ്റെ ഒരു സഹോദരന് വേണ്ടി ഞാൻ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് പോലെ അത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തരത്തിലുള്ള ഫോർജേർഡ് ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ മൈന്യൂട്ട് സ്പാർക്ക് വരുന്നൊരു കാര്യങ്ങൾ പോലും നമ്മൾ എന്ത് ചെയ്യാറില്ല, നമ്മൾ അഡ്രസ്സ് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് ഒരു കുട്ടി ഡോക്യുമെൻറ്റ്സ് ഫോർജേർഡ് ചെയ്യാനുള്ള കാരണം? അവന് ഒന്നെങ്കിൽ മാർക്ക് കുറവായിരിക്കും, അല്ലെങ്കിൽ അവന് സപ്ലീസ് ഉണ്ടാകും. ഇതിനൊക്കെ ഇന്ന് മാർഗ്ഗങ്ങളുണ്ട്. ഒരാൾക്ക് ടെസ്റ്റ് ചെയ്യണം, ചാൻസസ് ഉണ്ട്. ഇന്നൊരാൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. പല യൂണിവേഴ്സിറ്റികളും ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈവൻ UK യൂണിവേഴ്സിറ്റീസ്, USA യൂണിവേഴ്സിറ്റീസ്, കനേഡിയൻ യൂണിവേഴ്സിറ്റീസ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ നമ്മളിവിടെ 4 സെമസ്റ്റർ കഴിഞ്ഞു, എന്നിട്ട് ഇയാളുടെ സ്കോർ എത്രയാണ്, എനിക്കിനി അവിടെ പോയി പഠിക്കണം. യു ക്യാൻ ഡു ദാറ്റ്. എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ട്, അത് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ഈസി ആവില്ല, പക്ഷേ അത് അച്ചീവബിൾ ആണ്. അപ്പോൾ നമ്മളതിന് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരും. എന്ത് തരം ഡോക്യുമെൻറ്റ്സിനും നമുക്ക് അവരുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സിന് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുക, അത് വർക്കൗട്ട് ചെയ്യുക. നമ്മളടുത്തേക്ക് വന്നിട്ടുണ്ട്, നമ്മളടുത്തേക്ക് പല ആളുകളും സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, പക്ഷെ നമ്മൾ ക്ലാരിറ്റിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും, ഇതിൻ്റെ റിസ്ക്കുകൾ ഇതാണ്, ഇത് നമ്മൾ ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഇന്ന ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ എന്തിനാണ് ഈ എല്ലാ കാലത്തും ഇങ്ങനെ നമുക്ക് തലൻ്റെ മുകളിൽ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യം എന്താണ്? അവിടെ ഇപ്പുറത്ത് കുറച്ച് റിസ്ക് എടുത്താൽ നല്ല ഓപ്ഷൻസ് ഇല്ലേ? ഇതാണ് ഞങ്ങൾ എല്ലാവരോടും പറയാറ്.